ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്താണ് പ്രശ്നം? അത് നീ ഒരു നീ എപ്പടി വന്നേമാ നടന്ന്. അയ്യോ നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? മടുത്ത ജീവിതം. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടാൻ മാത്രം ഇവിടെ എന്തുണ്ടായി? പാറപ്പട വീട് പഴയ പ്രൗഢിയിലേക്ക് അതെ ഗൈസ് പോയവരെല്ലാം തിരികെ വരുന്നു എന്നുള്ള ഒരു സൂചനകൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ലച്ചു കുഴപ്പുളത്ത് പോയിട്ട് ഭയങ്കര ദേഷ്യത്തിലാട്ടോ തിരികെ വരുന്നത്. എനിക്ക് തോന്നുന്നു സിദ്ധുവായിട്ട് ഉടക്കി പിരിഞ്ഞിട്ടാണ് പോരുന്നത് എന്ന് തോന്നുന്നു. ഉടക്കി പിരിഞ്ഞിട്ടല്ലോ, നല്ല ഉടക്കുടക്കിട്ടാ പോരുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ ലച്ചുവിന്റെ പിന്നാലെ നമ്മുടെ സിദ്ധുവും എത്രയും വേഗം വരാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. അതിനുള്ള സൂചനകളാട്ടോ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ലച്ചു വന്നപ്പോൾ മുതൽ എല്ലാവരോടും വെറുതെ തർക്കിച്ചു കയറും ദേഷ്യം കയറലും ആണ്. അപ്പൊ നമ്മുടെ ശിവാനിയും ഉണ്ട്, കേശുവും എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി, ഞങ്ങളോട് പറ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നിങ്ങളോട് പറയേണ്ട പ്രശ്നമല്ല, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്ന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സിദ്ധുവും ലച്ചുവും തമ്മിലുള്ള കാര്യമാണല്ലോ അല്ലെ. പിന്നീട് നമ്മുടെ ഭവാനി അമ്മൂമ്മയും കനകാന്റിയും പാറക്കുട്ടി വരെ മാറി മാറി ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും നമ്മുടെ ലച്ചു ഭയങ്കരമായിട്ട് തർക്കിച്ചു കയറില്ല. എന്നിട്ട് നമ്മുടെ ലച്ചു പറയുന്നുണ്ട്, എന്റെ ജീവിതം ദുരിതത്തിലായി പോയി ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലച്ചു സ്വയം ഇങ്ങനെ പഴിച്ചൊക്കെ നിൽക്കുന്നൊക്കെയുണ്ട്. ലാസ്റ്റ് നമ്മുടെ ശിവാനി കേശുവിന്റെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി കല്ലിലും കുറച്ച് ഗമ്മ് കൂടുതലാ, കല്യാണം കഴിഞ്ഞപ്പോ മുതൽ ചേച്ചി ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ലച്ചു ഇത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ ശിവാനിയുടെ അടുത്ത് നീ എന്താടി പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ ഒരു തട്ടിക്കേറലും പിടുത്തവും ഒക്കെ ആയി ബഹളത്തോട് ബഹളാട്ടോ. ലാസ്റ്റ് നമ്മുടെ ലച്ചു ഭയങ്കര സങ്കടത്തിൽ മുറി കയറി ഭയങ്കരമായിട്ട് കട്ടിലിൽ കിടന്നിങ്ങനെ കരയുവാട്ടോ. അപ്പൊ നമ്മുടെ ശിവാനിയും കേശും കൂടെ ഒളിഞ്ഞിട്ട് നോക്കി എന്തായിരിക്കും പ്രശ്നം, ഒന്ന് സോൾവ് ചെയ്യാൻ പോയാലോ എന്നും പറഞ്ഞ് പോകാൻ പോകുന്നുണ്ട്. ഇനി എന്തായിരിക്കും, നമ്മുടെ സിദ്ധുവളിയനായിട്ട് വല്ല പ്രശ്നം ഉണ്ടായോ, ഇനി സിദ്ധുവളിയും പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ കാത്തിരുന്നതിനെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.